നല്ല സോഫ്റ്റ് നല്ല പെർഫെക്റ്റ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം റെസിപ്പി ഒന്ന് കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് പച്ചരി 4 മണിക്കൂറോളം കുതിർത്തിയതിന് ശേഷം വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 400 ഗ്രാം ശർക്കരയും 2 റോബസ്റ്റ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ഗ്ലാസ് വെള്ളത്തിലാട്ടോ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി 2 പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ അത് ഫസ്റ്റ് പേസ്റ്റ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ചെറിയ തരിയോട് കൂടി ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് പേസ്റ്റ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. സെക്കൻഡ് പേസ്റ്റ് അതുപോലെ ഇട്ട് കൊടുക്കുക. ബാക്കി കുറച്ചായിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. അതുകൂടെ അരച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതാ 2 പഴം ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള ശർക്കര പാനിയോട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കട്ടെ. അതിലേക്ക് 2 ഏലക്ക കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് ഇളക്കി മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ബാറ്റർ ഈ ഒരു രൂപത്തിലായിരിക്കണം. 4 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു 4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ചെടുത്ത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ കുഴിയിലേക്ക് ഞാനൊരു അര കുഴിയോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ടിട്ട് 2 വശം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 വശം ഒരുപോലെ ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സൂപ്പർ പെർഫെക്റ്റ് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ.